സംസ്ഥാന സർക്കാരിന്റെ പ്രമുഖ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്രാ പദ്ധതി ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. എന്നാൽ തുടക്കത്തിൽ KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ ആനുകൂല്യം പരിമിതപ്പെടുത്തുക. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും. ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള ഉയർന്ന ശ്രേണിയിലുള്ള ബസ്സുകളിലും റിസർവേഷൻ സൗകര്യമുള്ള സർവീസുകളിലും പദ്ധതി നടപ്പാക്കുന്നത് അപ്രായോഗികമാണെന്നാണ് KSRTC വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ഈ സർവീസുകളിൽ സൗജന്യയാത്ര അനുവദിക്കുന്നത് വലിയ പ്രതിസന്ധിക്ക് കാരണമാകുന്നതിനാലാണ് ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പദ്ധതി ചുരുക്കാൻ നിർദ്ദേശമുയർന്നത്. അതേസമയം ഭാവിയിൽ മറ്റ് സർവീസുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് പരിഗണിക്കും. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ടിക്കറ്റ് വരുമാനത്തിൽ KSRTCക്ക് ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ പൂർണ്ണമായും നികത്തും. ഇതിനായി പ്രതിമാസം 90 മുതൽ 100 കോടി രൂപ വരെ സർക്കാരിന് അധികമായി കണ്ടെത്തേണ്ടി വരും. നിലവിൽ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ നൽകി വരുന്ന 80 കോടി രൂപയ്ക്ക് പുറമെയാണിത്. കോവിഡിന് മുൻപ് പ്രതിദിനം 35 ലക്ഷത്തോളം യാത്രികരുണ്ടായിരുന്ന KSRTCയിൽ നിലവിൽ അത് 20-25 ലക്ഷമായി കുറഞ്ഞിട്ടുണ്ട്. പുതിയ പദ്ധതി വരുന്നതോടെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ.